നമസ്കാരം. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് ഇപ്പോൾ താഴെയിറക്കാമെന്ന വ്യാമോഹവുമായി രൂപീകരിച്ച ഇന്ത്യ സഖ്യം തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് കൂപ്പുകുത്തുന്നതിന്റെ ഏറ്റവും പുതിയ ദൃശ്യമാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഒറ്റയ്ക്ക് മത്സരിച്ച് കരുത്ത് തെളിയിക്കുമെന്നും കിങ് മേക്കർ ആകുമെന്നും ഒക്കെയുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ച കോൺഗ്രസ് ഒരൊറ്റ സീറ്റ് പോലും നേടാൻ കഴിയാതെ തുടർച്ചയായി മൂന്നാം തവണയും പരാജയത്തിന്റെ പടുകുഴിയിൽ വീഴുകയും ചെയ്തു. ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. പൊതുസഖ്യത്തിന്റെ ഭാഗമാവാതെ കോൺഗ്രസ് സ്വന്തമായി മത്സരിച്ചത് കൊണ്ടാണ് ആം ആദ്മി പാർട്ടിയുടെ പരാജയത്തിന് കാരണമായത് എന്ന ഒരു തൊടുന്യായം ചിലർ ഉന്നയിക്കുന്നുണ്ടെങ്കിലും അതിൽ കാര്യമൊന്നുമില്ല. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒന്നിച്ച് മത്സരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ആ പാർട്ടികൾക്ക് ലഭിച്ച വോട്ടുകൾ കൂടി ബി.ജെ.പിക്ക് ലഭിക്കുമായിരുന്നു എന്നേ ഉള്ളൂ. അതാണ് രാഷ്ട്രീയത്തിലെ അംഗഗണിതം. ഭാരതം ഭരിക്കാൻ 2 തവണ ജനങ്ങൾ അവസരം നൽകിയ ബി.ജെ.പിയെയും നരേന്ദ്രമോദി സർക്കാരിനെയും ഏതു വിധേനയും തോൽപ്പിക്കാനാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇന്ത്യ സഖ്യം രൂപീകരിക്കപ്പെട്ടത്. ബി.ജെ.പി വിരുദ്ധരും ഹിന്ദു വിരുദ്ധരുമായ ഏതാണ്ട് എല്ലാ പാർട്ടികളും സഖ്യത്തിന്റെ ഭാഗമായിരുന്നു. വിജയം സുനിശ്ചിതമാണ് എന്ന ചിന്തയിൽ ഇങ്ങനെ ഒരു സഖ്യം തങ്ങളുടെ ആശയമാണ് എന്ന് ഓരോ കക്ഷിയും അവകാശപ്പെടാനും തുടങ്ങി. പക്ഷേ സഖ്യം ഇപ്പോൾ തന്നെ ജയിച്ചിരിക്കുകയാണ് എന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ എന്നൊക്കെയായിരുന്നു കോൺഗ്രസിന്റെയും പല പ്രാദേശിക പാർട്ടികളുടെയും ഒക്കെ ഭാവം. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബി.ജെ.പിയും നരേന്ദ്രമോദിയും തന്നെ മൂന്നാമതും അധികാരത്തിലെത്തി. ബി.ജെ.പി നേതൃത്വം നൽകുന്ന എൻ.ഡി.എയുടെ ഈ വിജയം അവിടെ അവസാനിച്ചുമില്ല. ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി മത്സരിച്ച ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ജയിച്ചത് ബി.ജെ.പിയും എൻ.ഡി.എയും തന്നെയാണ്. ഇതോടെ ഇന്ത്യ സഖ്യത്തിന് തമ്മിലടി രൂക്ഷമായി. കോൺഗ്രസിന്റെ അധികാര കൊതിയും ധാർഷ്ട്യവുമാണ് പരാജയത്തിന് കാരണമെന്നും ഈ നിലയിൽ സഖ്യത്തിൽ തുടരാൻ സാധിക്കില്ല എന്നും ഘടകകക്ഷികൾ ഓരോന്നായി പ്രഖ്യാപിക്കാനും തുടങ്ങി. സഖ്യത്തിന്റെ നേതാവായി കോൺഗ്രസിനെ കാണുന്നില്ല എന്നും അതിനുള്ള യോഗ്യത ആ പാർട്ടിക്കില്ല എന്നും തൃണമൂൽ കോൺഗ്രസ് നേതാവും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിയും എൻ.സി.പിയിലെ ഒരു വിഭാഗത്തെ നയിക്കുന്ന ശരത് പവാറും ജമ്മു കാശ്മീരിലെ നാഷണൽ കോൺഫറൻസും ഒക്കെ പറയുന്ന സ്ഥിതി പോലും വന്നു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലും പരാജയപ്പെട്ടതോടെ ഇന്ത്യ സഖ്യം തീർത്തും അനാഥമായിരിക്കുകയാണ്. ഇന്ത്യ സഖ്യത്തിനോടൊപ്പം നിന്ന് ബി.ജെ.പിയെ വെല്ലുവിളിച്ച പല പാർട്ടികളും ഇപ്പോൾ തന്നെ എൻ.ഡി.എ സഖ്യത്തിൽ ചേർന്ന് കഴിഞ്ഞു എന്നതാണ് വസ്തുത. ആന്ധ്രയിലെ ടി.ഡി.പിയും ബീഹാറിലെ ജെ.ഡി.യുവും മഹാരാഷ്ട്രയിലെ ശിവസേനയുടെ പ്രബല വിഭാഗവും എൻ.സി.പിയുടെ ഒരു വിഭാഗവും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പ്രാദേശിക പാർട്ടികളും ഇവയിൽ ഉൾപ്പെടുന്നു. ഇനിയും കൂടുതൽ പാർട്ടികൾ ബി.ജെ.പിക്കൊപ്പം വരുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസിനെ ഇടതു പാർട്ടികൾ അല്ലാതെ മറ്റൊരു കക്ഷിയും അംഗീകരിക്കാത്ത ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. കഴിവ് കെട്ടവനും രാജ്യത്തോട് കൂറില്ലാത്തവനുമായ രാഹുലിനെ പോലെ ഒരുത്തനെ എങ്ങനെയെങ്കിലും പ്രധാനമന്ത്രിയാക്കാൻ കോൺഗ്രസ് തട്ടിക്കൂട്ടിയ ഇന്ത്യ സഖ്യം ഇല്ലാതാവേണ്ടത് കാലഘട്ടത്തിന്റെ കൂടി ആവശ്യമായിരുന്നു. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്.